Good morning. Third semester Diploma in Civil Engineering Advanced Surveying എന്നുള്ള സബ്ജക്റ്റിലെ മോഡ്യൂൾ 1 സിലബസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കോണ്ടൂർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കോണ്ടൂർ? Contour is an imaginary line drawn on the ground, joining points of equal elevation. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ സർഫസിലുള്ള ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് കോണ്ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് എലിവേഷൻ? നമ്മൾ സമുദ്രനിരപ്പ്, അതായത് മീൻ സീ ലെവൽ ഒരു ഡേറ്റമായിട്ട് കൺസിഡർ ചെയ്യും. ഈ മീൻ സീ ലെവലിൽ നിന്നും ഭൂമിയുടെ സർഫസിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പോയിൻറ്റ്സ്, ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓരോ പോയിൻറ്റുകൾ അതെത്ര ഉയരത്തിലാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ മീൻ സീ ലെവലിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു ഡേറ്റമായാലും, ഡേറ്റം എന്ന് പറയുന്നത് നമ്മൾ റെഫർ ചെയ്യുന്ന ബേസ്, ഒരു സർഫസ്, അവിടെ നിന്ന് എത്ര ഉയരത്തിലാണ് നമ്മൾ എടുക്കുന്ന ഓരോ പോയിൻറ്റും എന്നുള്ളതാണ് എലിവേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എലിവേഷൻസ്, പല പല പോയിൻറ്റിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലെവലിംഗ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം. സോ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ലെവലിംഗ് പഠിച്ചിട്ടുണ്ട്. സോ ലെവലിങ്ങിൽ നമുക്ക് HI മെത്തേഡ് അല്ലെങ്കിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കുന്നു. ഈ റെഡ്യൂസ്ഡ് ലെവൽ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന എലിവേഷൻ, അതായത് മീൻ സീ ലെവൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡേറ്റത്തിൽ നിന്നുള്ള ഉയരം. അപ്പോൾ അങ്ങനെ ഒരേ ഉയരമുള്ള പോയിൻറ്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇവിടെ ആദ്യത്തെ ഒരു ഫിഗറിൽ നമുക്ക് കാണാം, ഇവിടെ പല തരത്തിലുള്ള ലൈൻസ്. ചിലത് വളരെ വളരെ അടുത്തടുത്താണ് വരച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടെ അകലം കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ വരകളിലെല്ലാം ചില വരകൾ കണ്ടോ വളരെ ഡാർക്കായിട്ട് അല്ലെങ്കിൽ കുറച്ച് വീതി കൂടി വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ എലിവേഷൻ എത്ര എന്ന് എഴുതിയിരിക്കും. എത്രയാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്, സപ്പോസ് 200 എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു വര കടന്നു പോകുന്ന എല്ലാ പോയിൻറ്റുകളുടെയും സീ ലെവലിൽ നിന്നുള്ള ഉയരം 200 അതുപോലെ ഈ ഒരു വരയിൽ 220 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വര കടന്നു പോകുന്ന എല്ലാ പോയിൻറ്റുകളും സീ ലെവലിൽ നിന്നും 220 മീറ്റർ ഉയരെയാണ്. അതുപോലെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണുന്നത് സർക്കിൾസ് പോലെ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് ഉള്ള ലൈൻസ് കാണാം. അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ അകലം കുറവുള്ള, അതായത് വളരെ അടുപ്പിച്ചുള്ള വരകൾ കാണാം, വളരെ ദൂരെയായിട്ടുള്ള വരകൾ കാണാം. ഇവിടെയും ഇതിനെല്ലാം ഓരോ വരയിലും ഒരു വാല്യൂ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ എലിവേഷൻ. ഓക്കെ, അപ്പോൾ ഈ വരയിലുള്ള എല്ലാ പോയിൻറ്റ്സിനും എന്താണ്, ഇതേ ഉയരമായിരിക്കും. മീൻ സീ ലെവലിൽ നിന്നും ഈ എഴുതിയിരിക്കുന്ന ഉയരമുള്ള പോയിൻറ്റ്സ്, അതാണ് ഈ വരയിൽ വരുന്നതെല്ലാം. സോ കോണ്ടൂർ ഇസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഇനി എങ്ങനെയാണ് നമുക്ക് കോണ്ടൂർ മാപ്പ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഹൗ ടു ഡ്രോ ദ കോണ്ടൂർ മാപ്പ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഹിൽ, ഒരു മൗണ്ടൻ ആണ് എടുത്തിരിക്കുന്നത്. സോ ഈ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു പർവ്വതമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർവ്വതത്തിൽ നമുക്ക് ഏകദേശം ഒരു മുകളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, 1 മീറ്റർ താഴേക്കായിട്ട് ഒരു ലെവൽ സർഫസ് അസ്യൂം ചെയ്യുക. അതായത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഒരു ഈ തുടക്കം പോയിൻറ്റിൽ നിന്ന് 1 മീറ്റർ താഴെ കട്ട് ചെയ്തു, മുകൾ ഭാഗം എടുത്ത് മാറ്റി, എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കാണുന്നത്? ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു റീജിയൻ ആയിരിക്കും കാണാം, അല്ലേ? ഇനി നമുക്കതൊന്ന് ഷീറ്റിലോട്ട് വരയ്ക്കാൻ നോക്കാം.
സോ ഈ മൗണ്ടൻ ആണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൗണ്ടൻ്റെ മൊത്തം ഉയരം നമുക്ക് എത്രയാണോ അതനുസരിച്ച് ഇത് വരയ്ക്കുന്നു. ഇനി നമ്മളിതിന് മുകളിൽ നിന്ന് 1 മീറ്റർ താഴെ നമ്മളൊരു വര വരയ്ക്കുന്നു അല്ലേ. ആ വര സർഫസ് വരച്ചു. അപ്പോൾ കട്ട് ചെയ്തു, മുകൾ ഭാഗം മാറ്റി. ബാക്കി ഇതാ ഈ 2 അറ്റവും ഇവിടെ നിന്ന് ഈ അറ്റം താഴേക്ക് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കാണുന്ന എന്തായിരിക്കും, ഒരു സർക്കുലാർ ഷേപ്പിലുള്ളൊരു ഏരിയ. അപ്പോൾ അതാണ് നമ്മളിത് ഈ 2 അറ്റവും കണക്ട് ചെയ്യുന്ന ദൂരം അത്രയും ഡയമീറ്ററായിട്ട് വന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. സോ ഈ ഒരു ഭാഗത്തിൻ്റെ കോണ്ടൂർ ലൈനാണിത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഭാഗം സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഈ ഒരു പോയിൻ്റ് ആയിട്ട് നമുക്ക് സമുദ്ര ലെവലായിട്ട് എടുക്കാം, മീൻ സീ ലെവൽ. സോ ഇവിടെ നിന്ന് സപ്പോസ് 20 മീറ്ററാണ് മൊത്തം ഈ ഒരു കുന്നിൻ്റെ ഹൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ മുകളിലത്തെ പോയിൻ്റ് ഇത് 100 ഇവിടുത്തെ ഹൈറ്റ് 100 ഇവിടെ നമുക്ക് 120 അല്ലേ. അപ്പോൾ ആ 120 കറസ്പോണ്ടിങ് താഴോട്ട് വരയ്ക്കുന്നതാണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് 120 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 120 താഴെ ഒരു 1 മീറ്റർ താഴെ നമ്മളൊരു വര വരച്ചു, അല്ലെങ്കിൽ ഒരു ലെവൽ സർഫസ് അസ്യൂം ചെയ്തു. ആ സർഫസ് ഈ ഹില്ലിനെ കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു. എന്നിട്ട് മുകളിലത്തെ ഭാഗം നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് രണ്ടും അറ്റമായിട്ട് വരുന്ന, അപ്പോൾ അതുകൊണ്ട് ഈ 2 പോയിൻ്റ് നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും അറ്റമായിട്ട് വരുന്ന രീതിയിലൊരു സർക്കിൾ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ സർക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഷേപ്പിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ടോട്ടൽ 120. അതിൽ നിന്ന് 1 മീറ്റർ നമ്മൾ താഴോട്ട് വന്നു. അപ്പോൾ ഈ കട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ ഹൈറ്റ് 119 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്ക് 119 എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം ആ ലൈനിലുള്ള ഈ ഒരു കോണ്ടൂറിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും ഹൈറ്റ് 119 ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത് എഗെയിൻ ഒരു 1 മീറ്റർ താഴോട്ട് മാറ്റി ഒരു കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും, 118. ഇനി മുകളിലത്തെ ഭാഗം മാറ്റുന്നു. എന്നിട്ട് ഈ 2 പോയിൻ്റ് മാത്രം നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചുകൂടെ വലിയ ഒരു സർക്കിൾ ഇതിനെ കവർ ചെയ്യുന്നതായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈറ്റ് എത്ര എഴുതാം, 118. ഇനി ഇതേ പ്രൊസീജിയർ താഴോട്ട് ചെയ്യുന്നു. വീണ്ടും 117 ഈ ഒരു ലൈൻ എടുക്കുന്നു. അതിൻ്റെ 2 പോയിൻ്റ് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കൊരു കർവ് കിട്ടുന്നു. അത് 117 എന്ന് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഹില്ലിനെ പല പോയിൻ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെവൽ സർഫസ് വെച്ച് കട്ട് ചെയ്യുന്നു, മുകൾ ഭാഗം റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്താണോ കാണുന്നത് അതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈൻസാണ് ഈ കാണുന്ന ലൈൻസ്. അപ്പോൾ ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കുറേ കോൺസെൻട്രിക് ആയിട്ടുള്ള ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ സർക്കിൾസ് ആയിട്ടിരിക്കും. ഇതിൽ നമുക്ക് ഓരോ ഹൈറ്റ് നമ്മൾ എഴുതി വരും. അപ്പോൾ നമുക്കൊരു ഹില്ലിൻ്റെ പ്രത്യേകത, നമ്മൾ പുറത്ത് നിന്ന് അകത്തേക്ക് പോകുന്തോറും വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ഹില്ലിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ കാണുന്നത് ഒരു ഹില്ലാണ്, ഹില്ലിൻ്റെ കോണ്ടൂറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ 80 എന്നുള്ള ഒരു ഹൈറ്റിൽ അതിനെ കട്ട് ചെയ്തു, മുകൾ ഭാഗം റിമൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴേക്ക് ഈ ഒരു ഡോട്ട് വെച്ച് വരച്ചു, ഈ ഡോട്ട്സ് വെച്ച് താഴേക്ക് വരച്ചു ഡോട്ടുള്ള പോയിന്റിൽ. എന്നിട്ട് നമുക്ക് 2 അറ്റം കിട്ടുന്നു. അത് കണക്ട് ചെയ്ത് നമ്മളൊരു കർവ് വരയ്ക്കുന്നു. അപ്പോൾ അതിലെ എലിവേഷൻ 80 ആണ്. അതുപോലെ തന്നെ അടുത്ത 5 മീറ്റർ താഴെ 75 നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ അസ്യൂം ചെയ്യുന്നു, മുകൾ ഭാഗം മാറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് കാണുന്നത്, ഈ 2 അറ്റം നമ്മൾ താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിതുപോലൊരു സർക്കിൾ കിട്ടുന്നു. എന്നിട്ട് അതിൽ നമ്മൾ 75 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് മൊത്തം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും. നമ്മൾ അകത്തോട്ട് കുറേ ക്ലോസ്ഡ് സർക്കിൾസ് ആയിരിക്കും. പുറത്തുനിന്ന് അകത്തോട്ട് പോകും തോറും, ഇല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് അകത്തോട്ട് പോകും തോറും വാല്യൂ കൂടി വരും. 60, 65, 70, 75 അങ്ങനെ കൂടി വരും. ഓക്കെ, എന്നാൽ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ നിങ്ങൾ സങ്കല്പിക്കുക. ഈ കാണുന്നതാണ് ഒരു കുളം പോലത്തെ ഒരു സംഭവം അല്ലേ, ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷൻ്റെ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഒരു ഭൂമിയുടെ സർഫസിൽ നിന്നും താഴേക്കായിരിക്കും.
അപ്പോൾ ഈ ഭാഗത്ത് ഉയരം കൂടുതലായിരിക്കും, ഇങ്ങോട്ടെത്തുമ്പോൾ ഉയരം ഇവിടെ എത്തുമ്പോൾ ഉയരം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 80ഉം ഇവിടെ 60ഉമാണ്. അപ്പോൾ നോക്കൂ, 80ൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് വലിയ സർക്കിൾ കിട്ടും. 80ൽ നമ്മളൊരു ലൈൻ എടുത്തു, 2 പോയിൻറ്റ്സ് താഴോട്ട് നമ്മൾ വരച്ചു, താഴോട്ട് വരച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സർക്കിളാണ് കിട്ടുന്നത്, വലിയ സർക്കിൾ. പക്ഷേ ഈ വലിയ സർക്കിളിൽ നമ്മൾ എഴുതുന്ന വാല്യൂ 80 ആണ്. അടുത്ത് 75ൽ നമ്മളിതാ ഒരു കട്ടിംഗ് പ്ലെയിൻ എടുത്തു, അതിനെ ഇങ്ങോട്ട് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തു, ഒരു സർക്കിള്, അതിൽ 75 എന്ന് എഴുതുക. ഓക്കെ, 60. പക്ഷേ കണ്ടോ, 80ന് വരച്ചതിൻ്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്, 75 വരുന്നത്. അതിൻ്റെയും ഉള്ളിലാണ് 70, അതിൻ്റെയും ഉള്ളിലാണ് 65, അതിൻ്റെ ഉള്ളിലാണ് 60. അപ്പോൾ ഒരു ഡിപ്രഷൻ ആണെങ്കിൽ ഷേപ്പ് സിമിലറാണ്. കണ്ടോ, ഒരു ഹില്ലിൻ്റെയും ഡിപ്രഷൻ്റെയും കോണ്ടൂർസിൻ്റെ ഷേപ്പ് സിമിലറാണ്. പക്ഷേ വാല്യൂ നോക്കൂ, ഇവിടെ നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് പോകും തോറും നടന്ന് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. പുറത്തുനിന്ന് അകത്തോട്ട് ഉള്ളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ വാല്യൂ 80, 75, 70, 65, 60 ആ രീതിയിൽ കുറയുന്നു അല്ലേ. അപ്പോൾ കുറയുകയാണെങ്കിൽ, ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കുറയുന്നെങ്കിൽ അതെന്താണ്, ഇറ്റ്സ് എ പോണ്ട് ഓർ എ ഡിപ്രഷൻ. വേറസ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുകയാണ്. അതാ നോക്കൂ, 60, 65, 70, 75, 80. ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുകയാണെങ്കിൽ അതെന്താണ്, ഇറ്റ്സ് എ ഹിൽ. ഓക്കെ, ഇനി നമുക്ക് കോണ്ടൂർസിൽ വരുന്ന കുറച്ച് ടേംസ് നോക്കാം. ആദ്യത്തേത് കോണ്ടൂർ ഇൻ്റർവെൽ. സോ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോണ്ടൂർസ്, the vertical distance between any two consecutive contours is called as contour interval, and it is constant for any contour, and the horizontal distance between any 2 points on 2 consecutive contours is known as horizontal equivalent, and it depends on the steepness of the ground. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടതിൽ നമുക്കറിയാം 60, 65, 70, 75. അപ്പോൾ 5 മീറ്ററാണ് രണ്ട് കോണ്ടൂർസിൻ്റെ തമ്മിലുള്ള വെർട്ടിക്കലായിട്ടുള്ള എലിവേഷനിലെ ഡിഫറൻസ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള അടുത്തടുത്തുള്ള കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. പക്ഷേ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ, 40, 50, 60 അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ രണ്ട് അടുത്തടുത്തുള്ള കൺസിക്യൂട്ടീവ് കോണ്ടൂർസിൻ്റെ ഇടയ്ക്കുള്ള വെർട്ടിക്കൽ എലിവേഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ലെവലിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 മീറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോണ്ടൂർ ഇൻ്റർവെൽ എത്രയാണ്, 10 മീറ്ററാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോണ്ടൂർ പ്ലാനിൽ ഈ ഒരു വാല്യൂ കോൺസ്റ്റൻറ്റ് സെയിം ആയിട്ട് നമ്മൾ എടുക്കും. ഇനി എന്താണ് ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിൻറ്റ്സ് ഓൺ 2 കൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. ഇവിടെ നമ്മൾ ഈ ഒരു 40 എന്നുള്ള കോണ്ടൂറിൽ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാണ്, അതുപോലെ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് പ്ലാനിലുള്ള ഡിസ്റ്റൻസ് നമ്മളൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. സോ നേരത്തെ നമ്മൾ കണ്ടു, അടുപ്പിച്ചടുപ്പിച്ച് വരാം, അല്ലെങ്കിൽ ദൂരം വളരെ രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള സ്പേസിങ് കൂടി വരാം. ഓക്കെ, അപ്പോൾ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് വളരെ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് കുറവായിരിക്കും. ദൂരെ വളരെ രണ്ട് കോണ്ടൂർ, ഇപ്പോൾ 40, 50 തമ്മിൽ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ല ദൂരമുണ്ട് അല്ലേ, കൂടുതൽ ഗ്യാപ്പുണ്ട്, അവിടെ എത്തുമ്പോൾ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് മാറും. അപ്പോൾ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് ഒരു മാപ്പിന് കോൺസ്റ്റൻ്റ് അല്ല, അത് പ്രദേശത്തിൻ്റെ ചെരിവനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമാണ് കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. കോണ്ടൂർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ ലൈയിങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. സോ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ് എന്നുള്ളതാണ് ശരിക്കും കോണ്ടൂർ ഗ്രേഡിയൻറ്റ്. അതായത് നമുക്ക് കോണ്ടൂർ ഇൻ്റർവെല്ലിനെ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് അവിടുത്തെ ചരിവ് അല്ലെങ്കിൽ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ കോണ്ടൂർ മാപ്പ് കൊണ്ടുള്ള യൂസസ്, ഉപയോഗങ്ങൾ എന്താണ്? ഒന്ന്, നമുക്ക് ഈ ഒരു കോണ്ടൂർ മാപ്പിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ വായിച്ചിട്ട് നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ടെറൈൻ അല്ലെങ്കിൽ ടെറൈൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാം. By inspection of a contour map, information regarding the character of the terrain of the country is obtained. അതായത് അത് ഫ്ലാറ്റ് ആണോ, അത് വളരെ ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണോ, അത് അണ്ടുലേറ്റിംഗ് ആണോ,
അതായത് ഇങ്ങനെ കയറ്റമിറക്കം അങ്ങനെയാണോ, അതോ വളരെയധികം കുന്നുകളുള്ള ഒരു പ്രദേശമാണോ, അതോ വളരെ ചെങ്കുത്തായ വളരെ കുത്തനെയുള്ള കയറ്റമാണോ, അതോ മിതമായിട്ടുള്ള ഒരു കയറ്റമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ പ്രിലിമിനറി സെലക്ഷൻ ഓഫ് സൂട്ടബിൾ സൈറ്റ് ഫോർ എനി പ്രോജക്റ്റ്. ഫോർ എക്സാമ്പിൾ റെയിൽവേ, ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്കൊക്കെ ലേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിക്കപ്പുറം കുത്തനെയുള്ള കയറ്റമുള്ള സ്ഥലത്തൊന്നും നമുക്ക് റെയിൽവേ ലൈൻ ലേ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ട്രെയിൻ അത്തരം കയറ്റത്തിലൂടെ ട്രെയിനിന് യാത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രോജക്റ്റുകൾക്ക് ചില സ്ഥലങ്ങൾ അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇനി നമുക്ക് എത്രമാത്രം എർത്ത് വർക്ക്, ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ക്യാൻ ബി കമ്പ്യൂട്ടഡ്. അതായത് നമുക്ക് എത്രമാത്രം മണ്ണ് ചിലപ്പോൾ നികത്തേണ്ടി വരും. താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിൽ ചിലപ്പോൾ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ നികത്തേണ്ടി വരും. ചിലപ്പോൾ നമുക്കിതിനെ മണ്ണിടിച്ച് അല്ലെങ്കിൽ ചില കുത്തനെയുള്ള കയറ്റമൊക്കെ ആകുമ്പോൾ കുറച്ച് സ്ഥലത്ത് മണ്ണിടിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ എത്ര ട്രക്കിൽ നമുക്ക് മണ്ണ് വേണ്ടി വരും, എത്ര ക്വാണ്ടിറ്റി, എത്ര മീറ്റർ ക്യൂബ് ഓഫ് സോയിൽ ഈസ് റിക്വയർഡ് എന്നൊക്കെ ഉള്ളത് ഈ മാപ്പ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏരിയ ഓഫ് ഡ്രെയിനേജ് ബേസിൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ്. നമുക്ക് ഒരു റിസർവെയർ, അതായത് ഒരു ഡാമിൽ ചുറ്റും ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ജലസംഭരണി ഉണ്ടാവും. അപ്പോൾ ഈ ജലസംഭരണിയിലൊക്കെ എന്തുമാത്രം എവിടെ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്, ഏതൊക്കെ മൗണ്ടൻസിൻ്റെ ഏതൊക്കെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നാണ് മഴവെള്ളം ഈ ജലസംഭരണിയിലോട്ട് എത്തുന്നത്, അത്തരം എത്ര ഏരിയ സ്ഥലത്തുള്ള മഴവെള്ളം ആണ് ഒലിച്ചിങ്ങോട്ട് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമുക്ക് കോണ്ടൂർസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 പോയിൻറ്റ്സ് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എ എന്നുള്ള പോയിൻ്റ് നോക്കിയാൽ ബി എന്നുള്ളത് ചിലപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു 100 കിലോമീറ്ററൊക്കെ ദൂരം കാണും. അപ്പോൾ എ എന്നുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാൽ മറ്റേ ബി എന്നുള്ള പോയിൻ്റ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കോണ്ടൂർ വെച്ച് മനസ്സിലാക്കാം. ദെൻ ലൊക്കേഷൻ ഓഫ് എ റൂട്ട്, ചിലപ്പോൾ നമുക്കൊരു മൗണ്ടേനിയസ് ആയിട്ടുള്ള ടെറൈനിലൂടെ നമുക്ക് ഒരു മൗണ്ടൻ്റെ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് നമുക്കൊരു റോഡ് ലേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്ക് 1, 2, 3 പാരലായിട്ടുള്ള നമുക്ക് അലൈൻമെൻറ്റ്സ് കാണും. അതായത് പക്ഷേ ഇതിൽ നിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്കണോമിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക, ഏറ്റവും കുറച്ച് നമുക്ക് ആ ഒരു നാച്ചുറൽ ടെറൈനെ ബുദ്ധിമുട്ടിക്കാതെ ഡിസ്റ്റർബ് ചെയ്യാതെ ഏത് റൂട്ട് എടുക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പോൾ ഇത് റൂട്ട് സർവേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈവേ കൺസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ അത് വളരെയധികം നീളം കൂടിയ പ്രോജക്റ്റുകൾ, ലെങ്ത് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഇറ്റ്സ് വിഡ്ത്ത്, ഇപ്പോൾ കിലോമീറ്ററുകളോളം എക്സ്റ്റെൻഡ് ചെയ്യുന്ന റോഡ് പ്രോജക്ട്സ്, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്, അല്ലെങ്കിൽ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം, സീവർ വേസ്റ്റ് വാട്ടർ പൈപ്പ് ലൈൻ പോകുന്ന, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പദ്ധതികളുടെയും കൺസ്ട്രക്ഷന് മുൻപ് നമുക്ക് ഇത്തരം കോണ്ടൂർ മാപ്സ് ഉപയോഗിച്ചുള്ള പഠനങ്ങൾ അത്യാവശ്യമാണ്. മിലിറ്ററി ഓപ്പറേഷൻസ്, അതായത് യുദ്ധസമയത്തൊക്കെ നമുക്ക് എവിടെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാനും മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ പ്ലാനിങ്ങിലും നമ്മൾ കോണ്ടൂർ മാപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ് എന്നുള്ളതാണ്. ഇപ്പോൾ കോണ്ടൂറിന് ഒരു 10-12 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ശരിക്കും ഇത് 7 മാർക്കിന് വരെ വരാം. അപ്പോൾ 7 മാർക്കിന് വരുമ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ഒരു മാർക്ക് വെച്ചിട്ട്, അപ്പോൾ മിനിമം ഇതിൽ 7 എണ്ണം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. സോ ഫസ്റ്റ് വൺ, 2 കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ. അതായത് ഒരേ ഉയരമുള്ള ഒരേ എലിവേഷനുള്ള ഭൂമിയുടെ ജലനിരപ്പ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ ഉള്ള പോയിൻറ്റ്സുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് കോണ്ടൂർ. ഓക്കെ, പക്ഷേ അങ്ങനെയുള്ള 2 കോണ്ടൂർ ലൈൻസ് നമ്മൾ ഇതുവരെ കണ്ട മാപ്പിലൊന്നും അത് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട്, അതായത് എക്സ് പോലെ അത് ഒന്ന് മറ്റൊന്നായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ ഒരു എക്സെപ്ഷനുണ്ട്. എവിടെയാണ്? ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള ക്ലിഫ് അല്ലെങ്കിൽ കേവ്. ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ നമുക്ക് കാണാം, വളരെയധികം ചെങ്കുത്തായിട്ട് ഒരു കുത്തനെ ഒരു വെർട്ടിക്കൽ, ഏകദേശം വെർട്ടിക്കലായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിൽ കണ്ട ഒരു പാറക്കഷ്ണം ഇങ്ങനെ
അവിടെ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഓവർ ഹാങ്ങിങ്. അപ്പോൾ ഈ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സ്ഥലം വരുമ്പോൾ ഇതൊരു നാച്ചുറൽ ഫീച്ചറാണ്, മാൻ മെയ്ഡ്, നമ്മൾ എക്സ്കവേഷൻ ചെയ്ത് ഈ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നതല്ല, ഇതൊരു നാച്ചുറൽ ഫീച്ചറാണ്. അപ്പോൾ ഈ നാച്ചുറൽ ഫീച്ചറിന് ഇവിടെ ഇതിൻ്റെ താഴെ നമ്മൾ ഒരു ലെവലിംഗ് സ്റ്റാഫ് തലകീഴായി വെച്ചിട്ട് നമ്മൾ ലെവലിംഗ് ചെയ്ത് നോക്കി ഇതിൻ്റെ RL കണ്ടുപിടിക്കാമെന്ന് വെച്ചോളൂ. അതുപോലെ ഈ താഴെ ഈ ഒരു സെയിം വെർട്ടിക്കൽ ലൈനിൽ വരുന്ന ഒരു 3 പോയിൻറ്റ്സ് നമുക്ക് എടുക്കാം. ഇവിടെ എടുത്താൽ ഒരു വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ താഴ്ഭാഗം എടുത്താൽ ഒരു വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ മുകൾ ഭാഗം എടുത്താൽ കുറച്ചുകൂടെ ഹയർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഗ്രൗണ്ടിലെ സിംഗിൾ പോയിൻ്റാണിത് അല്ലേ. നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇത് 3ഉം ഒറ്റ പോയിൻ്റാണ്. പക്ഷേ ആ ഒറ്റ പോയിൻറ്റിന് തന്നെ റെഡ്യൂസ് ലെവൽ വരുമ്പോഴത്തേക്കും 3 വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇതിൻ്റെ മുകളിൽ വേറൊരു വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് എപ്പോഴാണ്? ഓവർ ഹാങ്ങിങ്. ഇതേപോലെയുള്ള ഇതൊരു നാച്ചുറൽ ഫീച്ചറാണ്. അപ്പോൾ നാച്ചുറൽ ഫീച്ചേഴ്സിന് മാത്രമേ നമ്മൾ കോണ്ടൂർ വരയ്ക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇത് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോണ്ടൂർ ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു കോണ്ടൂറാണ് ഈ താഴെ വരച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നോക്കൂ, ഈ ഒരു പോയിൻറ്റിന് ഒരു ഹൈറ്റ് ആയിരിക്കും, അതുപോലെ ഈ പോയിൻറ്റിന് വേറൊരു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതാ 2 വ്യത്യസ്തമായിട്ടുള്ള എലിവേഷനുള്ള അല്ലെങ്കിൽ 3 വ്യത്യസ്തമായിട്ടുള്ള എലിവേഷനുള്ള കോണ്ടൂർസ് ഈ ഒരു പോയിൻറ്റിൽ കണക്റ്റഡ് ആവുന്നു അല്ലേ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ നമുക്ക് കാണാം. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? 2 കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് cannot cross each other. However, they can intersect only in the case of an overhanging cliff or cave. അപ്പോൾ ഈ ഒരു കാണുന്നത് നമ്മുടെ വർക്കല ക്ലിഫിൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഹൈറ്റിൽ ഒറ്റ വെർട്ടിക്കൽ ലൈനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെവലിംഗ് ചെയ്യുവാണെങ്കിൽ ഈ ഓരോരോ മീറ്റർ ഹൈറ്റ് വ്യത്യാസത്തിലും എലിവേഷൻ കൂടിക്കൊണ്ടിരിക്കും, പക്ഷേ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സെയിം ഗ്രൗണ്ട് പോയിൻ്റാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറ്റും? കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇത് ഒരു നാച്ചുറൽ ഫീച്ചറാണ്, ഒരു ഗുഹയാണ്, അതായത് കേവാണ്. ഈ കേവിൽ നോക്കൂ, ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ നമ്മൾ സ്റ്റാഫ് വെച്ച് ലെവൽ ചെയ്ത് RL കണ്ടുപിടിച്ചാൽ ഒരു വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ താഴെ അണ്ടർ സൈഡിൽ RL കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ ഹയർ ഒരു വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ മുകളിലും നമുക്ക് സ്റ്റാഫ് വെച്ചിട്ട് RL കണ്ടുപിടിക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹയർ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് 3 ഒരു പോയിൻറ്റിലാണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ കോണ്ടൂർ ലൈൻ വരയ്ക്കുമ്പോൾ 3 വാല്യൂയും കൂടെ ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ദാറ്റ് ഈസ് വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ഇൻഡിക്കേറ്റ് ജെൻറ്റിൽ സ്ലോപ്പ്. ഇനി ഇതൊരു ജെൻറ്റിൽ സ്ലോപ്പാണ്. ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുഗമമായിട്ട് നമുക്ക് കയറാൻ പറ്റിയ വളരെ മിതമായ നിരക്കിൽ മാത്രം ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ കുത്തനൊന്നുമല്ല. നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ ഒരു പോയിൻ്റ് വരെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു 10 മീറ്റർ ദൂരം എടുക്കാം. അപ്പോൾ നമുക്ക് ആ 10 മീറ്റർ ദൂരം എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഉയരം എന്ന് പറയുന്നത് 10 മീറ്റർ ദൂരം നമ്മൾ ഹൊറിസോണ്ടലി നടന്നാൽ നെറ്റ് റിസൾട്ട് നമ്മുടെ എലിവേഷൻ എത്ര കൂടും? വളരെ കുറച്ച് കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൽ ഇപ്പോൾ 100 ആണ് എങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളാകെ ഒരു 2 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിൽ, അപ്പോൾ 102 ആയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വളരെ കുറച്ച് മാത്രം എലിവേഷൻ ഡിഫറൻസ് വരുന്ന പോയിൻറ്റ്സ്, ഓക്കെ, അതിനെ കണക്ട് ചെയ്യുന്നതാണ് ഒരു ജെൻറ്റിലായിട്ടുള്ള സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ജെൻറ്റിൽ സ്ലോപ്സിൻ്റെ കോണ്ടൂർ ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്പേസിങ് വളരെ കൂടുതലായിരിക്കും. വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ്സ് ജെൻറ്റിൽ സ്ലോപ്പ്. ഇനി അടുത്ത് നമുക്ക് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ഇൻഡിക്കേറ്റ് സ്റ്റീപ്പ് സ്ലോപ്പ്. എന്നാൽ ഇങ്ങനത്തെ കുത്തനെയൊക്കെയുള്ള തേരിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുന്നിൻ്റെ ചെരുവൊക്കെ വരുമ്പോൾ ലൈൻസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻസ് ഉണ്ടോ വളരെ അടുപ്പിച്ചായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്ലോപ്പ്. എന്താണ് യൂണിഫോം സ്ലോപ്പ്? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ, സ്കെയിലൊക്കെ ഇട്ട് ഒരു ലൈൻ വരച്ച പോലെ, അതായത് ഈ മൗണ്ടൻ്റെ ഒരറ്റം തൊട്ട് അപ്പുറത്തെ അറ്റം അല്ലെങ്കിൽ താഴെ തൊട്ട് മൗണ്ടൻ്റെ ഒരു ഹൈറ്റ് വരെയുള്ള ഫുള്ള് എവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ്, അതായത് കോണ്ടൂർ ഇൻ്റർവെൽ ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഈക്വലൻറ്റ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും നമ്മുടെ സ്ലോപ്പ് സെയിം ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതാണ് യൂണിഫോം സ്ലോപ്പ് എന്ന് പറയുന്നത്. യൂണിഫോം സ്ലോപ്പിൻ്റെ കോണ്ടൂർ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, അത് 2 കോണ്ടൂർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഈക്വലൻറ്റ് എന്ന് പറയുന്നത്
ഈക്വൽ ആയിരിക്കും. സോ ഈക്വൽ സ്പേസിങ്, ഇത് തമ്മിലുള്ള സ്പേസിങ് തന്നെയാണ് ഇതിൽ, അത് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇനി എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് എ പ്ലെയിൻ സർഫസ്. നിങ്ങളുടെ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ കോണ്ടൂർ വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കിട്ടുന്നു, പാരലലാണ്, അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഈക്വലൻറ്റ് അല്ലെങ്കിൽ സ്പേസിങ് എന്ന് പറയുന്നതും ഈക്വലാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്തായിരിക്കും അവിടുത്തെ സർഫസ്? അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. നോർമലി നമ്മൾ റോഡ് റോളറൊക്കെ ഇട്ട് നികത്തിയ, ഇപ്പോൾ ഇതൊരു സ്റ്റേഡിയത്തിൻ്റെ ഫോട്ടോയാണ്. അപ്പം ഒരു സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്തിൻ്റെ കോണ്ടൂർ വരച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്. സോ ഇപ്പോൾ പഠിച്ച 4 പോയിൻറ്റ്സ് ആണ്. If the spacing between two contours, if it is widely spaced, then it indicates a gentle slope. If it is closely spaced, it indicates a steep slope. Uniform slope ആണെങ്കിൽ എന്തായിരിക്കും? They are actually equally, and also that is the horizontal equivalent will be same. Whereas if it is straight, parallel and equally spaced, then it represents a plane surface. ഇനി അടുത്ത 6ാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കണ്ടു ഹയർ വാല്യൂ ഇൻസൈഡ് വരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർസിൻ്റെ ഒരു സെറ്റ്. സോ സെറ്റ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ്സ് എ ഹിൽ. വെയറസ് എ സെറ്റ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ലോവർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ് എ ഡിപ്രഷൻ ഓർ എ പോണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ. സോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വാട്ടർ ലെവൽ, അല്ലെങ്കിൽ ആ ഒരു പോണ്ടിൻ്റെ ഹൈ വാട്ടർ ലെവൽ, വെള്ളം നിറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പോൾ അവിടെ നിന്ന് സെൻറ്ററിലോട്ട് വരുംതോറും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്, റേഡിയസ് ലെവൽ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും 100 നിന്ന് 95 ആയി, 95 നിന്ന് 90, അങ്ങനെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ലോവർ വാല്യൂ ഇൻസൈഡ് ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിപ്രഷൻ ഓർ എ പോണ്ട്. 8ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, 2 contours having same elevation cannot unite and continue as one line except in the case of a vertical hill. ഇനി ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ കോണ്ടൂർസ് അത് ഒരുമിച്ച് ചേർന്ന് ഒറ്റ ലൈനായിട്ട് പോകുന്നത് സാധാരണഗതിയിൽ ഒരു പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ വെർട്ടിക്കലായിട്ടുള്ള ക്ലിഫുകൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള, അതായത് ഒരു മതിൽ കെട്ടിയ പോലത്തെ മലനിരകൾ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ കണ്ടോ എല്ലാ കോണ്ടൂർ ലൈൻസും യുണൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു എക്സെപ്ഷനാണ്, നമ്മൾ ഫസ്റ്റ് പഠിച്ച കേസ് പോലെ തന്നെ ഉള്ളതാണ്. ഇനി എ കോണ്ടൂർ ലൈൻ മസ്റ്റ് ക്ലോസ് ബട്ട് നോട്ട് നെസസറിലി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ മാപ്പ്. ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും തുടങ്ങി അത് തിരിച്ച് ആ പോയിന്റിൽ അവസാനിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സ് എടുക്കുക, 1600 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും നീളം ഇത് വ്യാപിച്ച് കിടക്കുകയാണ്, ഏകദേശം 6 സ്റ്റേറ്റ്സിൽ വരെ. ഇപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക, ദെൻ ഗോവ, ലൈക്ക് അവിടെ നിന്ന് ഗുജറാത്ത്, അങ്ങ് എവിടെ വരെ, മഹാരാഷ്ട്ര, ദെൻ ഗുജറാത്ത്, ഗോവ. അപ്പോൾ അത്രയും സ്റ്റേറ്റ്സിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു ഏരിയ എടുത്തിട്ട് അതിൻ്റെ കോണ്ടൂർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ കോണ്ടൂർ ലൈനിൻ്റെ ഇങ്ങനെ ഒരു യു ആയിട്ടുള്ളൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ അത് പോയി എൻഡ് ചെയ്യുന്ന ആ ഭാഗം കിട്ടണമെങ്കിൽ നമ്മൾ ഫുൾ ലൈക്ക് ഹോൾ ഇന്ത്യയുടെ കോണ്ടൂർ മാപ്പൊക്കെ വരച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഒരു ഫുൾ ഏരിയ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത്രയും കോണ്ടൂർ മാപ്പ് കിട്ടുള്ളൂ, അല്ലേ? അത്രയും ഒരു ലൈൻസ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ അതെന്തായാലും തുടങ്ങിയെടുത്ത് തിരിച്ച് അവസാനിച്ച് അതൊരു ക്ലോസ് ആയിട്ട് തന്നെ വരും. പക്ഷേ നമ്മളുടെ മാപ്പ് എടുക്കുന്ന ഏരിയയ്ക്കുള്ളിൽ ആ പർവ്വതനിര മൊത്തം വരുന്നില്ല എങ്കിൽ നമുക്കത് യു ഷേപ്പായിട്ട് തന്നെ കിട്ടും, യുഒ വിഒ ഷേപ്പായിട്ട് കിട്ടും. ഓക്കെ, ഇനി 10ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ യു ഷേപ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ്സ് എ റിഡ്ജ്. അപ്പോൾ റിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഹൈറ്റ് കൂടിയ
ഒരു മലനിരകൾ പോലെയുള്ളതാണ്. അപ്പോൾ മലനിരകളുടെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ നമുക്ക് കോണ്ടൂർസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഓരോ പോയിൻറ്റ്സിൽ നമ്മൾ താഴോട്ട് പ്ലാൻ പോലെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പോയിൻ്റ് വരുന്നത് ഈ ഒരു ഔട്ടർ ലെവൽ ഇതെന്ന് പറയുന്നത് എലിവേഷൻ ഏറ്റവും കുറഞ്ഞ താഴത്തെ ബേസ് പോയിൻ്റ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ എലിവേഷൻ കൂടിയ പോയിൻ്റ് ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ കോണ്ടൂറിൽ നമ്മൾ വാല്യൂസ് എഴുതുമ്പോൾ സപ്പോസ് ഈ ഒരു പോയിൻറ്റിൽ 50 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഹൈറ്റ് കൂടി, ഇവിടുത്തെ എലിവേഷൻ 60 ആണെങ്കിൽ ഇവിടെ 60 എന്ന് എഴുതും അല്ലേ. ഇവിടുത്തെ എലിവേഷൻ 70 ആണെങ്കിൽ ഈ കോണ്ടൂറിൽ 70 എന്ന് എഴുതും. ഇവിടെ എത്തുമ്പോൾ നമ്മൾ 80 എന്ന് എഴുതും അല്ലേ. ഇവിടെ എത്തുമ്പോൾ 90, ഇങ്ങോട്ട് 100, അങ്ങനെയാണ് എഴുതി പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. യു ഷേപ്പിൽ വരുന്നു അല്ലേ. യു ഷേപ്പിലായിരിക്കും ഒരു റിഡ്ജിൻ്റെ ഇതൊരു അറ്റം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ ഗാർഡ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പോർഷനിൽ മാത്രമേ ഇത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് എവിടെയെങ്കിലും പോയി ക്ലോസ് ആവും. പക്ഷേ ക്ലോസ് ആവുന്നത് നമ്മുടെ ഏരിയക്കകത്ത് വരാത്തതുകൊണ്ടാണ് ഇതിനെ നമുക്ക് യു ആയിട്ടോ വി ആയിട്ടോ ഒക്കെ മാത്രം കാണാൻ പറ്റുന്നത്. നേരത്തെ കണ്ട പോലെ സർക്കുലർ ലൂപ്പായിട്ട് കാണാത്തത്. അപ്പോൾ ഈ ഒരു യു ഷേപ്പിൽ തന്നെ നമ്മൾ നോക്കൂ, ഇതിൽ അകത്തോട്ട് പോകുന്തോറും യു ഇങ്ങനല്ലേ വരുന്നത്. അപ്പോൾ യുവിൻ്റെ പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്തോറും വാല്യൂ കൂടി വരികയാണ്. അതായത് ഹയർ വാല്യൂ ഇൻസൈഡ്, ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുകയാണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ റിഡ്ജ്. ഇനി ഈ ഒരു മലനിരകളുടെ ഈ ഒരു ലൈനെയാണ് നമ്മൾ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സെൻട്രലി ഡാഷ്ഡായിട്ട് കാണിച്ചിരിക്കുന്നതിൻ്റെ റിഡ്ജ് ലൈനാണ്. അതായത് പീക്ക് പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ലൈനാണ് റിഡ്ജ് ലൈൻ. ഇനി യു ഷേപ്ഡ് കോണ്ടൂർസ്, ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. യു ഷേപ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ടുവേർഡ്സ് ദ കോൺകേവ് സൈഡ്. നോക്കൂ, ഇവിടെ ഈ ഒരു യുവിൻ്റെ ഉൾഭാഗമാണ് കോൺകേവ് അല്ലേ, പുറം ഭാഗമാണ് കോൺവെക്സ്. അപ്പോൾ കോൺകേവ് സൈഡിലോട്ട് പോകുന്തോറും വാല്യൂ കൂടുകയാണ്. അപ്പോൾ അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഒരു റിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി യു ഷേപ്ഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ് കോണ്ടൂർസ് വിത്ത് ലോവർ വാല്യൂ ഇൻസൈഡ് റെപ്രസെൻറ്റ്സ് എ വാലി. ഓക്കെ, സോ യു ഷേപ്ഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ് ആയിട്ടുള്ള കോണ്ടൂർസ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കുറഞ്ഞു വരികയാണ്. ഇവിടെ നോക്കൂ, 100, 99, 98, 97, 96 കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ വാലി. അത് വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൗണ്ടൻ്റെ എലിവേറ്റഡ് ഭാഗങ്ങളല്ലാതെ ഈ ഒരു താഴ്വാരം താഴ്ന്ന ഒരു പ്രദേശത്തിനാണ് നമ്മൾ വാലി പറയാം. ഇനി യു ഷേപ്ഡ്, അതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. യു ഷേപ്ഡ് ഓർ വി ഷേപ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ടുവേർഡ്സ് ദ കോൺവെക്സ് സൈഡ്. കോൺവെക്സ് സൈഡ് ഇതാണ് ഇതിൻ്റെ കോൺവെക്സ് സൈഡ്, ഇത് കോൺകേവ് സൈഡ്. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കൂ, കോൺവെക്സ് സൈഡിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? വാല്യൂ കൂടി വരുന്നു. അപ്പോൾ കോൺവെക്സ് സൈഡിലോട്ടാണ് വാല്യൂ കൂടി വരുന്നതെങ്കിൽ അതൊരു വാലിയാണ്. ഓക്കെ, കോൺകേവ് സൈഡിലോട്ട് പോകുമ്പോഴാണ് വാല്യൂ കൂടി വരുന്നതെങ്കിൽ അതൊരു റിഡ്ജാണ്. ഇനി കോണ്ടൂർ ലൈൻസ് ദേ ക്രോസ് എ വാട്ടർഷെഡ് ഓർ റിഡ്ജ് ലൈൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. നമ്മുടെ ഈ ഒരു റിഡ്ജ് ലൈനും അതുപോലെ കോണ്ടൂർ ലൈനും തമ്മിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 90 ഡിഗ്രി. സോ എല്ലാ പോയിൻറ്റിലും റിഡ്ജ് ലൈൻ, ഈ ഡാഷ്ഡായിട്ട് കാണുന്നതാണ് റിഡ്ജ് ലൈൻ, ഈ കാണുന്നത് കോണ്ടൂർ ലൈൻ. സോ റിഡ്ജ് ലൈനും കോണ്ടൂർ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് വാലി, ഒരു വാലിയുടെ നടുക്കൂടെ പോകുന്ന ഈ ലൈനാണ് അതിൻ്റെ വാട്ടർ ഷെഡ് ലൈൻ. ഇങ്ങനൊരു സെൻട്രലിലൂടെ പോകുന്നതാണ് വാട്ടർ ഷെഡ് ലൈൻ. സോ വാട്ടർ ഷെഡ് ലൈനും അതുപോലെ കോണ്ടൂർ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്നതും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത്രയും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് വെച്ച് നമുക്ക് ഏതൊരു കോണ്ടൂർ മാപ്പിനെയും നമുക്ക് വായിച്ച് അവിടെ എന്താണ് ഒരു 2D പേപ്പറിൽ ഇങ്ങനത്തെ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ പ്രദേശത്ത് ഏതൊക്കെ നാച്ചുറൽ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഏതൊരു പ്രോജക്റ്റിൻ്റെയും ബിഗിനിങ് സ്റ്റേജിൽ ആവശ്യമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇതൊരു സെറ്റ് ഓഫ് കോണ്ടൂർസ് അല്ലേ, ഇത് ക്ലോസ് ആണ് അല്ലേ. ഇത്രയും ഈ ഒരു നടുക്കത്തത് വാല്യൂ 360 ആണ്, കാണുന്നുണ്ടോ? നടുക്കത്തെ വാല്യൂ 360, ദെൻ 350,
340, 330 അങ്ങനെയാണ് വരിക. അപ്പോൾ ഏകദേശം ഈ ഒരു 340 വരെ ഇതെല്ലാം ഇവിടെ തന്നെ ക്ലോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് കോണ്ടൂർസ് എന്താണ്? ഒരു ഹില്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഹില്ലാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഹില്ലാണോ വാലി ആണോ എന്നൊരു ഡൗട്ട് വരാം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മളിങ്ങനെ നടന്ന് ഉള്ളിലോട്ട് പോകുന്നു. അപ്പോൾ വാല്യൂ എന്താ സംഭവിക്കുന്നത്? കൂടുവാണ്. പുറത്ത് വാല്യൂ 340 ആണ്. അതുപോലെ 340 ഉള്ളിലേക്ക് പോകുമ്പോൾ അത് 350 ദെൻ 360. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കൂടുന്നു. അതുകൊണ്ട് അതൊരു ഹില്ലാണെന്ന് മനസ്സിലായി. ഇനി ഇതാ ഈ ഒരു ഏരിയ നോക്കൂ, ഇവിടെ നോക്കൂ. ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തൊക്കെ കാണാം? കുറേ കോണ്ടൂർസ്. അത് ഏകദേശം ഒരു യു ഓർ വി ഷേപ്ഡിൽ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, 370, 380, 390, 400, 410. അപ്പോൾ വാല്യൂ കൂടുകയാണ്. ഇനി എങ്ങോട്ടാണ് വാല്യൂ കൂടുന്നത്? ഈ യുവിന് നമുക്ക് കോൺകേവും കോൺവെക്സ് സൈഡും ഉണ്ട്. ഈ പുറത്തെ ഭാഗം കോൺവെക്സ് ആണ്, അകത്ത് കോൺകേവ് ആണ്. അപ്പോൾ ഹയർ വാല്യൂ വരുന്നത് നമ്മൾ കോൺവെക്സ് സൈഡിലോട്ട് പോകുന്നതാണ്. എന്താണ് ഇവിടെ കോൺവെക്സിലോട്ട് പോകുന്തോറും, കോൺവെക്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, അത് ഇങ്ങനെ ഔട്ടർ എൻഡ് കോൺവെക്സ് സൈഡിലോട്ട് പോകുന്തോറുമാണ് ഇതിൻ്റെ വാല്യൂ കൂടി വരുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഇറ്റ്സ് എ വാലി. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെയും യു ഷേപ്ഡ് അല്ലെങ്കിൽ വി ഷേപ്ഡ് ആയിട്ടുള്ള കർവ്സ് ആണ് അല്ലേ? ഇതിൽ നമുക്ക് കോൺവെക്സ് സൈഡിലോട്ട് പോകുമ്പോൾ വാല്യൂക്ക് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ വാല്യൂ 390 ആണ് അല്ലേ? ഇതിലെത്തുമ്പോൾ 380, 370, 360, 350, 340, 330. അതായത് കോൺവെക്സ് സൈഡിലോട്ട് പോകുമ്പോൾ വാല്യൂ ശരിക്കും കുറയാണ്. അപ്പോൾ ഹയർ വാല്യൂ വരുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് പഠിച്ചത് അല്ലേ? യു ഷേപ്ഡ് കോണ്ടൂർസ് വിത്ത് ഹയർ വാല്യൂ ടുവേർഡ്സ്. അപ്പോൾ ഹയർ വാല്യൂ വരുന്നത് ഏത് സൈഡിലാണ്? കോൺകേവ് സൈഡിലാണ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഹയർ വാല്യൂ വരുന്നത്. അതായത് ഈ കർവിൻ്റെ പുറത്തെ വശത്തിനെ നമ്മൾ കോൺവെക്സ് എന്നും അകത്തിനെ കോൺകേവ് എന്നും പറയുന്നു. അപ്പോൾ അകത്തോട്ട് വരുന്തോറും വാല്യൂ കൂടുന്നു. ഹയർ വാല്യൂ ടുവേർഡ്സ് ദ കോൺകേവ് സൈഡ്. സോ വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? ഹയർ വാല്യൂ ടുവേർഡ്സ് ദ കോൺകേവ് സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ റിഡ്ജ് അല്ലേ? ഇപ്പോൾ ഇതൊരു പർവ്വതനിരയുടെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ ചില സ്ഥലങ്ങളിൽ നോക്കൂ, ഇവിടെയൊക്കെ നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? കോണ്ടൂർസ് തമ്മിൽ വളരെയധികം സ്പേസിങ് കൂടുതലാണ്. അതായത് വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ്. ഈ ഒരു ഏരിയയിൽ ഇത്രയും വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ്. സോ വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് എന്ത് സ്ലോപ്പാണ്? എന്ത് തരം? ജെൻറ്റിൽ സ്ലോപ്പാണ് നമ്മൾ പഠിച്ചു. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ, വളരെ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ്. അടുപ്പിച്ചാണ് കോണ്ടൂർസ് വരുന്നത്. സോ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് സ്റ്റീപ്പ് സ്ലോപ്പ്. ഇപ്പോൾ ഒരു 4 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് റിവൈസ് ചെയ്യാം. ബാക്കി ഉള്ളത് നമ്മൾ 12 എണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 7 എണ്ണം മസ്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇത്രയും നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ഈ ഒരു പർട്ടിക്കുലർ സ്കീമിൽ 2021 സ്കീമിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ആദ്യത്തേത് ഡിഫൈൻ കോണ്ടൂർ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, November 22. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ സ്കെച്ച് റഫ്ലി എ കോണ്ടൂർ റെപ്രസെൻറ്റിങ് എ ഹിൽ 3 മാർക്സ്. അപ്പോൾ നമ്മുടെ ഡിഫൈൻ കോണ്ടൂർ എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എ കോണ്ടൂർ ഇസ് എ ലൈൻ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് an imaginary line on the ground joining points of equal elevation. Then draw the contour of a hill. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഹിൽ ഓർ എ ഡിപ്രഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹില്ലിൻ്റെ ഈ ഒരു എലിവേഷൻ, ഇതൊരു സെക്ഷനാണ്, സെക്ഷൻ വ്യൂ വരയ്ക്കുക. താഴെ ഈ ഒരു കോണ്ടൂർ പ്ലാനും വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വരയ്ക്കുന്നതിന് ഈ വാല്യൂസ് നിങ്ങൾ റഫായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കൂടി തന്നെ വരണം. ഓക്കെ, അകത്താണ് കണ്ടോ 80 വരുന്നത്, പിന്നെ വെളിയിലോട്ടാണ് 75, 70 വരുന്നത്. അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ 80 തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള വാല്യൂസ് എഴുതാം. അപ്പോൾ നടുക്ക് 100 എഴുതിയിട്ട് ഉള്ളിലോട്ട് വരുമ്പോഴും കൂടി മാക്സിമം 100 അങ്ങനത്തെ രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 70, 80, 90, 100, 110 അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ വാല്യൂ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് പോകുന്തോറും കൂടുതലായിരിക്കണം, അത് ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ
അങ്ങനെ എഴുതിയാൽ മാത്രമേ ഇതിനൊരു 3.5 മാർക്കോളം കിട്ടും. അതുപോലെ ഇതിനും ഒരു 3.5 മാർക്ക്. ഡിപ്രഷൻ. ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ക്യാൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ ഡാഷ്. എപ്പോഴാണ് കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്യുന്നത്? ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്, അല്ലേ? യെസ്. സോ 2 കോണ്ടൂർസ് ഹാവിങ് സെയിം എലിവേഷൻ സാധാരണഗതിയിൽ യുണൈറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ഹിൽ, നമ്മൾ ഈ ഫോട്ടോയൊക്കെ കണ്ടു അല്ലേ, വെർട്ടിക്കൽ ഹില്ലിൽ അത് യുണൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെ ഏതൊരു ഈ 12 ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. കാരണം അതിൽ ഏതൊരു സെൻറ്റൻസും നമുക്ക് 1 മാർക്ക് ക്വസ്റ്റനായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി എക്സ്പ്രസ് ദ കോണ്ടൂർ സ്കെച്ച് ഫോർ എ ഹിൽ ആൻഡ് വാലി വിത്ത് റെപ്രസെൻറ്റേറ്റീവ് കോണ്ടൂർ വാല്യൂസ്. റെപ്രസെൻറ്റേറ്റീവ് കോണ്ടൂർ വാല്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ 50, 60, 70, 80, 90, 100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അത് ഹില്ലെന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ വാല്യൂ കൂടി വരണം. വാലി ഓർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഉള്ളിലേക്ക് പോകുന്തോറും വാല്യൂ കുറഞ്ഞു വരണം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് റെപ്രസെൻറ്റേറ്റീവ് കോണ്ടൂർ വാല്യൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എഴുതാം. പക്ഷേ ഈ ഒരു കാര്യം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ 7 മാർക്ക് കിട്ടും. അടുത്തത് എക്സ്പ്ലെയിൻ കോണ്ടൂർ ഇൻ്റർവെൽ. ഓക്കെ, കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. ദെൻ റൈറ്റ് എനി 3 യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. അപ്പോൾ സ്ലൈഡിൽ നമ്മൾ യൂസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ഇനി എനി 7 ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ 12 ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. പക്ഷേ അതിലേതെങ്കിലും 7 എണ്ണം മാത്രം 7 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എഴുതുമ്പോൾ സെൻറ്റൻസ് മാത്രം എഴുതി നിർത്തരുത്. സെൻറ്റൻസിൻ്റെ കൂടെ അതിൻ്റെ ഫിഗറും കൂടെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, താങ്ക് യു.